രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ പ്രസിഡന്റായി ചാർജ് എടുത്ത കാലം മുതൽ അദ്ദേഹത്തെ ഒരുപാട് ആളുകൾ വിമർശിച്ചിട്ടുള്ളതാണ്. ആ വിമർശനങ്ങളെല്ലാം ഇന്നും അതേപടി നിലനിൽക്കുകയാണ്. എന്നാൽ നിരപരാധികളായ രണ്ട് കന്യാസ്ത്രീകളുടെ കാര്യത്തിൽ അദ്ദേഹം എടുത്ത നിലപാടിനെ എല്ലാവരും അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയുമാണ് ഇപ്പൊ ചെയ്യുന്നത്. കേവലം അരിക്കാശിന് വേണ്ടി കന്യാസ്ത്രീകളോടൊപ്പം അവരുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ പോയ രണ്ട് പെൺകുട്ടികളെ അവരുടെ സഹോദരനോടൊപ്പം തടഞ്ഞു നിർത്തി ജനകീയ വിചാരണ നടത്തി കന്യാസ്ത്രീകളെയും കൂട്ടി പ്രതികളാക്കി ഛത്തീസ്ഗഡ് സർക്കാർ നടത്തിയ പൊറാട്ട് നാടകത്തിനെ പൊളിച്ചടുക്കി കന്യാസ്ത്രീകൾക്കും ആദിവാസി കുട്ടികൾക്കും ജയിൽ മോചനം സാധ്യമാക്കിയ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യവസ്ഥയായി ഈ സന്ദർഭത്തിൽ കേരളത്തിലെ മുഴുവൻ ജനതകളും അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇടത് വലതുപക്ഷ ഭേദമന്യേ എല്ലാവരും അതിനെ അപലപിച്ചിരുന്നു. എങ്കിലും അതിന് ക്രിയാത്മകമായി ചെയ്യാൻ സാധിച്ചത് രാജീവ് ചന്ദ്രശേഖരനും പങ്കുണ്ട് എന്നുള്ളതിൽ ആർക്കും തർക്കം കാണില്ല. കോൺഗ്രസുകാർ എല്ലാവരും അവിടെ ഓടിയെത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിലും നമ്മൾ മനസ്സിലാക്കാത്ത പോയ ഒരു കാര്യമുണ്ട്. ഛത്തീസ്ഗഡിലെ കോൺഗ്രസുകാർ ആരും തന്നെ അവിടെ ഒരു പ്രക്ഷോഭമോ ഒരു പ്രകടനമോ എന്തിനൊരു എതിർസ്വരം പോലുമോ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാരും മറക്കാൻ പാടില്ല. നിങ്ങൾ എവിടെ കിടന്ന് കോരി ധരിച്ചതുകൊണ്ടോ ജനപ്രതിനിധികൾ എന്ന അവകാശവാദം ഉപയോഗിച്ചുകൊണ്ടോ ജയിലിൽ പോയി കൊണ്ടതുകൊണ്ടോ അല്ല അവരെ ജയിലിൽ മുക്തരാക്കിയിട്ടുണ്ടായിരുന്നത്. രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള ഒരു വ്യക്തി പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും പിന്നാലെ ഓടി നടന്ന് നേടിയെടുത്തതാണ് എന്നുള്ള ഈ ഒരു കാര്യം കൂടി നമ്മൾ ആരും വിസ്മരിക്കേണ്ട കാര്യമില്ല. അതിന്റെ ക്രെഡിറ്റ് രാജീവ് ചന്ദ്രശേഖരന് ഉള്ളത് തന്നെയാണ്. അത് തട്ടിയെടുക്കാമെന്ന് ആരും കരുതേണ്ട കാര്യവുമില്ല. ഒരു കോൺഗ്രസ്സുകാരനും കവർക്കുപ്പായം ധരിച്ച് മിനിക്കേണ്ട കാര്യവുമില്ല. രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് തന്നെ കേരളത്തിലെ ബി.ജെ.പിക്ക് കേരള ജനതയ്ക്കുള്ളിൽ വ്യക്തമായ ഒരു സ്വാധീനമാണ് കൈവന്നിട്ടുള്ളത്. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് പോലും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊരു KPCC പ്രസിഡന്റും ഇങ്ങനെ മുൻകൈ എടുത്തു പോയി അവരെ മോചിപ്പിച്ചതായി നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല. ആരെങ്കിലും പണിയെടുത്ത് മോചനം സാധ്യമാക്കിയപ്പോൾ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെയാണ് അത് നമ്മുടേതാണ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് അപഹാസ്യം തന്നെയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന കന്യാസ്ത്രീകളെയും ക്രിസ്ത്യൻ മിഷനറിമാരെയും അവിടുത്തെ കിരാത നിയമങ്ങൾ വെച്ചുകൊണ്ട് കള്ളക്കേസിൽ കൊടുക്കുന്നത് ഒരു സാധാരണ പ്രവൃത്തിയാണ്. അതിനൊരു മാറ്റം വരണം. ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് അതുപോലെയുള്ള നീതികൾ ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയാണ് ബി.ജെ.പി ഭരിക്കുമ്പോൾ സഭയുടെ ഒരു വിഭാഗമെങ്കിലും പിന്തുണ നൽകുന്നത്. അത് മനസ്സിലാക്കി എല്ലാ മതസ്ഥർക്കും ഇവിടെ പ്രവർത്തിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതും മതസ്വാതന്ത്ര്യം നൽകേണ്ടതും ബി.ജെ.പിയുടെ മുഖ്യമായ ഉത്തരവാദിത്തം തന്നെയാണ്. ബി.ജെ.പിയുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസം ആരും ഇവിടെ ഇപ്പോൾ രേഖപ്പെടുത്തേണ്ട കാര്യമില്ല. അത് പലപ്പോഴായി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനിയും മറ്റു അവസരങ്ങൾ കിട്ടുമ്പോൾ അത് പറയുക തന്നെ ചെയ്യും. എന്നാൽ അദ്ദേഹം ചെയ്ത ഈ പ്രവൃത്തിയെ എല്ലാവരും അഭിനന്ദിക്കുക തന്നെയാണ്.